മിമിക്രി കോമ്പറ്റീഷൻ ഇവിടെ എത്താൻ പോകുന്നു. അനു മൂവാറ്റുപുഴ ആൻഡ് ഫൈസൽ. ഫൈസൽ എന്ന് വിളിച്ച് സോറി അടുത്ത് വന്നപ്പോ ഫാസിൽ ആണെന്നുള്ള മനസ്സിലായി. ഫാസിൽ വെൽക്കം. താങ്ക് യു ഫാസിൽ. അപ്പോ ഇന്ന് ആർക്കൊക്കെ വേണ്ടിട്ടാ? ഇന്ന് മാമുക്കോയ സാറ്, ജാഫ്രിഡിക്ക്, നിയാസ് ബക്കർ. വെരി ഗുഡ്. അനു നമസ്കാരം. എനിക്ക് മനസ്സിലായി അനുവിന്റെ വരവിന്റെ ഉദ്ദേശം. ഇവിടെ ഒരാൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായി അനു ഉണ്ടാവും എനിക്ക് തോന്നിയിരുന്നു. അനു ഇന്ന് ആരൊക്കെ ലിസ്റ്റില്? ഇന്ന് KG മാർക്കോസ്, കലാഭവൻ നാരായണൻകുട്ടി, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആദർശിക. അനുവിന്റെ കുറെ എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ എത്ര പ്രാവശ്യം വന്ന് അനുകരിച്ചിട്ടുണ്ട് അല്ലേ? താങ്ക് യു. മണിയുടെ കൂടെ ഞാൻ പാടിയ പാട്ട് അല്ലേ? അപ്പൊ എന്തായാലും അതിലോട്ടൊക്കെ മക്കളൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത്, വാപ്പയുടെ കറക്റ്റ് ശബ്ദം കറക്റ്റ് സൗണ്ടിൽ ഒരാൾ വന്നിട്ട് പാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിള്ളേരാണ് ആദ്യം കാണിച്ചത് തന്നെ. അപ്പൊ അതിലേക്ക് പോവാം നമുക്ക്. തൽക്കാലം ഫാസിൽ നമ്പർ പറയും. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. ലിസ്റ്റിലുള്ള ആളിനെ തന്നെ കിട്ടി. മാമുക്കോയ. പട്ടാളത്തിൽ പോയി പൊളിത്താണ്ടാ ഇറങ്ങി വാടാ ചേട്ടെ. ഞാൻ ശത്രുവിനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയില്ലേ. എനിക്കെതിരെ സാക്ഷി പറഞ്ഞ അന്നെ ഞാൻ വെറുതെ വിടുന്നു. നാറി ഇറങ്ങി വാടാ ചേട്ടെ. അനു നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. കുഞ്ഞാലിക്കുട്ടി സാർ. അതെ, നമസ്കാരം. ഈ ഐസ്ക്രീമിനെ പറ്റി പറയുമ്പോ എനിക്ക് ഈ ഐസ്ക്രീം കൂടുതൽ ഇഷ്ടമുള്ളതാണ്. ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. അതായത് ബാക്കി ഏതാണ്ട് എല്ലാം ചെയ്യും, ഇല്ലാത്ത ഒരു സാധനം കൊടുത്തു. ഓക്കെ ഫാസിൽ. നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. കലാഭവൻ നാരായണൻകുട്ടി. മാപ്പുകൾ കേരളത്തിലെ കുഴികളുടെ എണ്ണം എത്ര? ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? പക്ഷെ ലിസ്റ്റിലുള്ള ആളുണ്ട് ഇവിടെ. കലാഭവൻ നാരായണൻകുട്ടി ലിസ്റ്റിലുള്ള ആളുണ്ട്. അപ്പൊ ഒന്ന് കേൾക്കാം. ഹലോ, ടെസ്റ്റിംഗ്. ഹലോ, നാദശ്വര ഗാനമേളം 7-ാം ദിവസം ആരംഭിക്കുകയാണ്. ഒരു പരിപാടിയുള്ള കാര്യം കുറച്ചു മുമ്പ് ജട്ടിയിൽ നിൽക്കുമ്പോഴാണ് വിളിച്ചു പറഞ്ഞത്. ബോട്ട് ജട്ടിയിൽ തെറ്റിദ്ധരിക്കണ്ട, അത് ടാറ്റാന് പറയാ, പോകണ്ടാന്ന് പറയാ. അടുത്ത നമ്പർ അനുവിന്റെയാണ്. അനു പറയും. നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. രഘുവരൻ. താരം അവിടെ നിന്ന് പണിയണമെന്ന് തോന്നുന്നു. എൻ്റെ പേര് രഘുവരൻ. ശരിക്കും പേര് അത് തന്നെയാ. എന്താ ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടത്? നിനക്ക് ഇത് കളിക്കുന്ന സമയത്തെ ആ ബ്ലൂ വെയിൽ എങ്ങാനും കളിച്ചൂടെ? അതാകുമ്പോ ഒരു കളി കൊണ്ട് തീരൂലല്ല. ഓക്കെ, ലാസ്റ്റ് നമ്പർ ഫാസിൽ. നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. ശിവാജി ഗണേശൻ സാർ. നീ വന്നോ നമ്പൂരി. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണ് നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വെറുപ്പിച്ചാ പോലെ ഞങ്ങളൊരു സ്ഥാപനം നടത്തല്ലേ ഇവിടെ. ഓക്കെ, ലാസ്റ്റ് നമ്പർ അനു. 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. ബിന്ദു പണിക്കർ. പരീക്ഷയ്ക്ക് ഞാൻ തോറ്റു എന്ന് പറഞ്ഞപ്പോ ഇവൻ എന്നോട് പറഞ്ഞു എന്നോട് SLCക്ക് ഒന്ന് പാസ്സായി കൂടെ എന്ന്. എന്തേന്ന് ചവിട്ടിക്കാൻ കൊണ്ടോണ മൂരിയുടെ മാതിരി നീ ഇവിടെ കിടന്ന് ചിമിട്ടുണ്ടായിരുന്നടാ. കുഴപ്പമില്ല. തിരിച്ചേട്ടാ, രണ്ടുപേരുടെയും 3 നമ്പറും കഴിഞ്ഞു. അപ്പൊ ഇനി ഫാസിലിന്റെ ലിസ്റ്റില് നിയാസ് ബക്കർ, ജാഫ്രിഡിക്ക്. നിയാസ് ബക്കർ കേൾക്കാം. ഒന്ന് മിഥുൻ ചേട്ടൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഈ അറിയപ്പെടാത്ത കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള വേണ്ടിയാണല്ലോ ഈ കോമഡി ഉത്സവം. അപ്പൊ കോമഡി ഉത്സവത്തിൽ വന്നപ്പോ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ സ്കിറ്റിനകത്ത് സൗന്ദര്യം ദുഷ്യന്തനും ഇങ്ങനെ ആടിപ്പാടി അഭിനയിക്കുന്ന സീനാണ്. അപ്പൊ അതിനകത്ത് വാഴയിട്ട് നിൽക്കുന്ന സീനാണ് എന്റെ സീന്. വാഴയിട്ട് നിൽക്കുന്ന സീൻ. അതെ. അപ്പൊ ശകുന്തള ഇങ്ങനെ എടുത്തു കൂടെ പോകുമ്പോ ഈ വാഴയുടെ എല്ലൊക്കെ ഈ ശകുന്തളയുടെ മേല് തട്ടണോണ്ട് വിരോധമില്ല. ഇല്ല, അത് മതി.
സ്കിറ്റിലെ വോയിസ് ആണല്ലേ അല്ലേ? സ്കിറ്റിലെ വോയിസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ജാഫർ ഇടുക്കി. ജാഫർ ഇടുക്കി. എല്ലാ ആരിത് ബിലാലിക്ക് മുരുകനിക്കണ്ടല്ലോ ഇവിടെ ഇക്കി വക ഏറ്റൊന്നും എടുക്കാത്താളിക്ക. സ്റ്റൈലൊക്കെ പഴയതൊക്കെ തന്നെ, പക്ഷെ ടീച്ചറുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടിക്ക. എന്നാ ഞാനങ്ങാട് വരട്ടിക്ക. അനു, ഇനി ലിസ്റ്റിലോട്ട് പോവാം. KG മാർക്കോസ് ചേട്ടൻ്റെ ശബ്ദമാണ്. താലോലം പൂം പൈതലേ താരാട്ടാൻ വാതന്നലെ ഈ താമര പൂം കൺകളിൽ കുളിർമുത്തം നൽകാൻ വാ. താലോലം പൂം പൈതലേ താരാട്ടാൻ വാതന്നലെ ഈ താമര പൂം കൺകളിൽ കുളിർമുത്തം നൽകാൻ വാ. ഓ ലാ 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 ലാ. ഇപ്പൊ നമ്മൾ കാത്തിരുന്ന ആ ശബ്ദത്തിലോട്ട് പോകും അല്ലേ രഞ്ജടാ? നാദർശക്കയുടെ സൗണ്ട്. നാദർശക്കയുടെ ഡയറക്റ്റ് സംസാരിക്കുന്ന ഒരു സൗണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും ആണ്. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം പ്രിയമുള്ളവരെ. സത്യം പറഞ്ഞാൽ ഈ കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ ഞാൻ എത്തിയിട്ടുള്ളത് മേരാനാം ഷാജിയുടെ ഇതിൻ്റെ ട്രീസറൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കട്ടപ്പനയുടെ ഋതിക് റോഷനും അതുപോലെ അമർ അക്ബർക്ക് തന്ന അതേ പ്രോത്സാഹന സഹകരണം നിങ്ങൾ തന്നെ എന്ന് ഞാൻ പറയാണ്. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാഗർ ഷിയാസും ഞാനും ഒരുമിച്ച് ആലപിച്ചൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ്. കൈയടിക്കില്ലേ? കർത്താവേ, ഞാൻ ഭർത്താവുണ്ടെന്നറിയാതെ പാലക്കാരി പെണ്ണിന് ഞാൻ ഇന്നൊരു കത്തു കൊടുത്തേ. കൃത്യമായ പെണ്ണും പിള്ള ഭർത്താവിന്റെ കയ്യിൽ തന്നെ കത്തും കൊടുത്തെന്നെ ചൂണ്ടിക്കാട്ടിക്കൊടുത്തേ. കാട്ടാനയെ പോൽ അവനയറി വന്നു, എന്റെ ആൾക്കാരെ കൂട്ടി ഒറ്റ പിടി പിടിച്ചു. ലൈഫിൽ കേൾക്കാത്ത കാര്യങ്ങൾ കാണിച്ചു. ഇല്ല, നിന്നെ ഞാൻ വിടില്ല, അന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. ഇല്ല, നിന്നെ ഞാൻ വിടില്ല, അന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. പാസിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്റ്റാർസാ ചെയ്തത്. ഇതാണ് ഒരു കലാകാരൻ എന്ന് പറഞ്ഞ് ഞെട്ടിച്ച് കളഞ്ഞു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അമിതാഭ് ബച്ചനും മമ്മൂക്കയൊക്കെ ആയിരിക്കും ചെയ്യണമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഗംഭീരമായിട്ടാ എല്ലാം. ജാഫർക്കയുടെ നന്നായിരുന്നു, അതുപോലെ തന്നെ നിയാസിന്റെ അസലായി ആ സ്കിറ്റിലുള്ള കറക്റ്റ് വോയിസ് ആയിരുന്നു. അനു നമ്മളെ സന്തോഷിപ്പിക്കാൻ കുറച്ച് നൊമ്പരപ്പെടുത്തുകയും ചെയ്തു. ഞാൻ എന്താന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ ഞാൻ കൊതിയോടെ കണ്ടിട്ടുണ്ട് ഷിയാസിക്ക നാർഷിക്കൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പാടുന്നതും നാർഷിക പറഞ്ഞു കൊടുക്കുന്നത് ഷിയാസിക്ക് അടുത്ത്. ശരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് പെട്ടെന്നൊന്ന് ഫ്ലാഷ് അടിച്ചു പോയി. പിന്നെ നാർഷികനെ അനുകരിക്കുന്നതിൽ താങ്കളെ കവിഞ്ഞ് മറ്റാരുമില്ല. അന്ന് ഷിയാസിക്കയുടെ അവിടെ ആഘോഷത്തിന് യഥാർത്ഥം ചോദിച്ചിരുന്നു സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട്. കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് പറ്റിയില്ല അല്ലേ? പക്ഷേ ഇത്രയും മനോഹരമായൊരു വേദിയിൽ അതാണ് ദൈവം ഒരു സമയം തരും എന്ന് പറയുന്നത്. സാവധാനം വന്നാലും സിംഹാസനം കിട്ടും എന്നുള്ളതിൻ്റെ തുല്യമാണ്. അപ്പൊ ലോകം മുഴുവൻ കണ്ടു. നാർഷിക്കയുടെ മുമ്പിൽ നിന്ന് നാർഷിക്കനെ അനുകരിച്ചു, ഷിയാസിക്കനെ അനുകരിച്ചു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? കലക്കി എന്ന് മാത്രമല്ല, എനിക്കൊരു സന്തോഷം എന്ന് പറയാം, നമ്മുടെ മിമിക്രിക്കാര് ഈ വേദിയിൽ വന്നിരുന്നിട്ട് മിമിക്രിയിൽ നിന്നും സിനിമ അല്ലെങ്കിൽ മിമിക്രിക്കാർ തന്നെ അവരുടെ ശബ്ദം അനുകരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ ഭാഗ്യമുണ്ട് നമുക്കൊക്കെ. കാരണം എനിക്ക് കിട്ടിയ ആ ഭാഗ്യം, ജാഫറിന് കിട്ടി, ഇപ്പോൾ ടിനിയെ അനുകരിക്കുന്നുണ്ട്. ഇത് പ്രചോദനം ഈ എല്ലാ ആർട്ടിസ്റ്റിനെയും തുടർന്നുള്ള തലമുറ അനുകരിച്ച് കിട്ടുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗ്യമുണ്ട്. പിന്നെ ഈ ഷിയാസിൻ്റെ ശബ്ദമൊക്കെ ഇപ്പം എൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റാണ്. അത് ഞാനല്ല പറയേണ്ടത്, മറ്റുള്ളവരാണ് പറയേണ്ടത്, കൃത്യമാണെന്നുള്ളത്. പിന്നെ ഷിയാസ് അത് ഞെട്ടിച്ചിട്ടാ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പാരഡി എന്തുകൊണ്ട് എഴുതുന്നില്ല. പാരഡി ഷിയാസ് ഇല്ലാതെ നമുക്കൊരു പാരഡി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഇരിക്കുന്ന ഗ്യാങ്ങിന് എല്ലാവർക്കും അറിയാം. കാരണം ഒരു പാട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയാസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. ഒരു പാട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വരി അതിനകത്തുണ്ടെങ്കിൽ അതിനകത്ത് 2 വരി കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ വരി 4-ാമത്തെ വരി കോമഡി ആണെങ്കിൽ ആ കോമഡി പാടാൻ ഷിയാസിനെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഷിയാസ് പാടിയാൽ അത് കേൾക്കുള്ളൂ. ആ ഷിയാസ് ഇല്ലാത്ത അതുപോലെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്
ശരിക്കും ആ ഒരു വോയിസ് കേട്ടപ്പോൾ പിന്നെ ആ ശരിക്കും നമുക്ക് ആ ഒരു ഫീലിലേക്ക് പോയി. ഫാസിലെ നന്നായിരുന്നു ഫാസിൽ. താങ്ക് യു. എല്ലാ ശബ്ദങ്ങളും പറഞ്ഞ പോലെ എസ്പെഷ്യലി മാമുക്കോയ കൃത്യമായിരുന്നു. പിന്നെ നിയാസ് ബക്കർ, നിയാസൊക്കെ ആ ഭാഗ്യം ഞാൻ പറഞ്ഞില്ലേ, മിമിക്രിയിൽ നിന്ന് വന്ന് മിമിക്രിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ശബ്ദം മിമിക്രിക്കാരെ അനുകരിക്കുന്നു. നിയാസിൻ്റെ കൃത്യമായിട്ടുള്ള സ്കിറ്റുകളുടെ ശബ്ദം ഇതെല്ലാം കറക്റ്റായിരുന്നു. താങ്ക് യു സർ. ഫാസിൽ, അനു രണ്ടുപേരും ഇതിനു മുമ്പ് ഇവിടെ വന്ന് അവരുടെ കഴിവ് തെളിയിച്ച് പെർഫോമൻസ് തെളിയിച്ച് പോയ ആൾക്കാരാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ല രണ്ടുപേരും. ഇപ്പോൾ ഫാസിലാണല്ലോ അതെ അനു ആയാലും. പക്ഷേ നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ വിനയം എന്ന് പറയുന്നത് 100% ഭയങ്കര. സാധാരണ ഇവിടെ വന്ന് പെർഫോം ചെയ്ത് പോകുന്ന എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു ക്വാളിറ്റിയാണത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട പല ആർട്ടിസ്റ്റുകളും കുറച്ച് പെർഫോം ചെയ്ത് പേരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പ്രാക്ടീസ് ഒന്നുമല്ല പല വേദികളിലേക്ക് പോകുന്ന ആൾക്കാർ. പക്ഷേ നിങ്ങളൊക്കെ ഓരോ സമയത്ത് വന്നാലും ഞെട്ടിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഫാസിൽ ചെയ്ത ഇപ്പം നിയാസിക്ക എന്ന് പറയുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് പുതിയൊരു ഡയലോഗാണ് ഇവിടെ ചെയ്തത്. അതുപോലെ മമുക്കോയ നമ്മൾ ഇതുവരെ കോമഡി ഉത്സവത്തിൽ വരാത്തൊരു ഡയലോഗാണ് ചെയ്തത്. എടുത്ത 3 സ്റ്റാർസും പെർഫെക്റ്റ് ആണ്. അനുവിന് ഏറ്റവും വലിയ അംഗീകാരമാണ് ഇന്ന് കിട്ടിയത്. പ്രത്യേകിച്ച് നാഷിക്കയുടെ മുമ്പ് വെച്ച് നാഷിക അനുകരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. ഫാസിൽ, മാമുക്കോയ തുടങ്ങുമ്പോൾ എല്ലാവരും ബാലകൃഷ്ണ കൊച്ചുകള അങ്ങനെയാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഭയങ്കരമായിട്ട് എനിക്കോട് നാച്ചുറൽ ആയിട്ടുള്ള കറക്റ്റ് വോയിസാണ് പറഞ്ഞത്. പിന്നെ റിയാസിക്കട നല്ലായിരുന്നു, നാരായണൻകുട്ടി ചേട്ടൻ്റെ ഗംഭീരമായിരുന്നു, നാഷിക്കട അസലായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. രണ്ടുപേരും നേരത്തെ തന്നെ തെളിയിച്ച കലാകാരന്മാരാണ്. അനു ഇപ്പൊ എന്നെയാണ് കൊണ്ടുപോകുന്നത്, പല സ്ഥലത്തും ഉദ്ഘാടനത്തിന് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ടുപോയാൽ മതി. ഓൾ ദി ബെസ്റ്റ് ഫാസിൽ ആൻഡ് അനു. താങ്ക് യു.